നമസ്കാരം. ഫങ്ഷണൽ അനാലിസിസിന്റെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസസിനെ കുറിച്ചാണ്. ഈ സെഷനോട് കൂടി നമ്മൾ നമ്മുടെ കോഴ്സിന്റെ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സോ നമുക്ക് ആദ്യം എന്താണ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് നോക്കാം. സോ ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ലീനിയർ സ്പേസ് വേണം. സോ ലെറ്റ് H be a linear space. And we have a function from H cross H to C. So here H is a linear space over C. We may take it as a linear space over C. So we have a function from H cross H to C which satisfy certain properties. So അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ should be linear with respect to first argument. എന്താണ് linear with respect to first argument എന്ന് വെച്ചാൽ? Suppose we have x1 plus x2 here and y. First argument is x1 plus x2 and the second argument is y. So this will be same as inner product of x1y plus inner product of x2y. Similarly, inner product of ax, y, where a is a complex number, the same as a into inner product of xy. ഈ രണ്ട് പ്രോപ്പർട്ടിയും കൂടി ഒരുമിച്ച് നമുക്ക് എങ്ങനെ പറയാം? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ax1 plus bx2 y is equal to a into inner product x1y plus b into inner product x2y. So the given function is linear with respect to the first argument. And the second condition is that inner product of xy is same as inner product of yx conjugate. Okay. Inner product of xy is equal to inner product of yx conjugate. So from this ഈ പ്രോപ്പർട്ടി നമുക്കുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ what will be inner product of x, ay1 plus by2? ഇതിനെ നമുക്ക് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടി അനുസരിച്ച് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ay1 plus by2 x conjugate എന്ന് എഴുതാം. Now let this conjugate symbol be here. Inner product of ay1 plus by2 x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ലീനിയർ വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് ആർഗ്യുമെന്റ് ആണെന്ന്. സോ നമുക്കതിനെ a inner product of y1x plus b inner product of y2x എന്ന് എഴുതാം. Okay, which is same as a conjugate into inner product of y1x conjugate plus b conjugate into inner product of y2x conjugate. Again, by the second property, inner product, a conjugate into inner product of y1x conjugate can be written as xy1, inner product of xy1 plus b conjugate into this can be written as xy2. Okay, so we have inner product of x, ay1 plus by2 is equal to a conjugate into inner product of xy1 plus b conjugate into inner product of xy2. ഈ ഫംഗ്ഷൻ ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ലീനിയർ വിത്ത് റെസ്പെക്ട് ടു ദ സെക്കൻഡ് വേരിയബിൾ അല്ല, ലീനിയർ വിത്ത് റെസ്പെക്ട് ടു ദ സെക്കൻഡ് ആർഗ്യുമെന്റ് അല്ല, ബിക്കോസ്
എക്ക് പകരം എ കോൺജുഗേറ്റ് ആണ് ഇവിടെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ ബിക്ക് പകരം ബി കോൺജുഗേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിനെ നമ്മൾ നമുക്ക് പറയാം ദിസ് ഫംഗ്ഷൻ ഇസ് കോൺജുഗേറ്റ് ലീനിയർ with respect to second argument. Okay, so inner product ആവണമെങ്കിൽ linear with respect to the first argument ആവണം, then conjugate linear with respect to the second argument ആവണം, and the third property ഒരു inner productന് വേണ്ട മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് inner product of xx x equal to y എന്ന് കൊടുക്കുന്നു. This should be a non-negative real number. In general നമുക്ക് inner product എന്ന് പറയുന്നത് കോംപ്ലക്സ് ഫീൽഡിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. പക്ഷെ ഫസ്റ്റ് ആർഗ്യുമെന്റും സെക്കൻഡ് ആർഗ്യുമെന്റും ഈക്വൽ ആവുന്ന കേസിൽ ഇറ്റ് ഷുഡ് ബി എ നോൺ നെഗറ്റീവ് റിയൽ നമ്പർ. ആൻഡ് ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് ഈക്വൽ ടു 0 ആവണമെങ്കിൽ എക്സ് മസ്റ്റ് ബി സെയിം ആസ് 0. ഓക്കെ, ഇപ്പോൾ എച്ച് എന്ന് പറയുന്ന സ്പേസിൽ നമ്മൾ ഒരു ഈ എല്ലാ ക്വാളിറ്റിയുമുള്ള ഒരു ഫംഗ്ഷൻ എച്ച് ക്രോസ് എച്ചിൽ നിന്ന് സിയിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇഫ് എച്ച് ഇസ് എംബഡഡ് വിത്ത് ആൻ ഇന്നർ പ്രൊഡക്റ്റ്, ദെൻ നമ്മൾ ഇതിനെ ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് വിളിക്കും. സോ എ ലീനിയർ സ്പേസ് ടുഗദർ വിത്ത് എ ചോയ്സ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഈസ് നോൺ ആസ് ആൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിന് എക്സാമ്പിൾസ്. സപ്പോസ് എച്ച് എന്ന് പറയുന്നത് സി പവർ എൻ ആണ് എന്ന് വിചാരിക്കുക. സി ക്രോസ് എക്സെട്ര ക്രോസ് സി എൻ ടൈംസ്. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സ് എടുക്കുകയാണ്, എക്സ് എലമെന്റ് ഓഫ് എച്ച്, അതുപോലെ വൈ എലമെന്റ് ഓഫ് എച്ച് എടുത്തു. സോ എക്സ് എന്നുള്ളതിനെ എനിക്ക് സം x1 x2 എക്സെട്ര xn എന്ന് എഴുതാം, വേർ ഈ ഓരോ xiയും ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അതുപോലെ y എന്നുള്ളതിനെ എനിക്ക് y1 y2 എക്സെട്ര yn എന്ന് എഴുതാം, ഇതിലെ ഓരോ yയും ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ here I am defining inner product of xy as summation I is equal to 1 to n xi yi bar. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊരു ഇന്നർ പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത്. സോ സി പവർ എന്നില് ഈ ഡെഫിനിഷൻ ഒരു ഇന്നർ പ്രൊഡക്റ്റ് ആണ്. സോ സി പവർ എന്നിനെ നമുക്ക് ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആയിട്ട് കാണാൻ പറ്റും. ഇനി മറ്റൊരു എക്സാമ്പിൾ, ഞാൻ L2 സ്പേസ് എടുക്കുകയാണ്. നമുക്കറിയാം എന്താണ് L2 സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ L2 സ്പേസിലുള്ളവരെല്ലാം സീക്വൻസസ് ആണ്. ഇവിടെ ഞാൻ എടുക്കുന്നവരെല്ലാം സി ഇൻഫിനിറ്റിയിലുള്ളവരാണ്, കോംപ്ലക്സ് സീക്വൻസസ് ആണ്. ആൻഡ് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ പ്രോപ്പർട്ടി summation I equal to 1 to infinity absolute value of xi square must be less than infinity. ഇങ്ങനെയുള്ള സീക്വൻസുകളാണ് നമുക്ക് L2 സ്പേസിലുള്ളത്. ഇങ്ങനെ L2 സ്പേസിലുള്ള രണ്ട് ആൾക്കാരെ ഞാൻ എടുത്തു, രണ്ട് സീക്വൻസസ് ആണ് എക്സും വൈയും. സോ എക്സ് എന്ന് പറയുന്ന സീക്വൻസിനെ നമുക്ക് x1 x2 എക്സെട്ര xn എന്ന് കാണാം, y എന്നുള്ളത് y1 y2 എക്സെട്ര yn എന്ന് കാണാം. So I am defining inner product of xy as summation I is equal to 1 to infinity xi yi bar. Okay, ഇത് നമുക്ക് L2 സ്പേസിലുള്ള ഒരു ഇന്നർ പ്രൊഡക്റ്റ് ആയിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. ആദ്യം നമുക്കൊരു ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി എ ഫംഗ്ഷൻ ഫ്രം h cross h to c. സോ ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് ഒരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. ഇത് കൺവെർജ് ചെയ്യുന്നുണ്ട്, കോംപ്ലക്സ് ഫീൽഡിൽ കൺവെർജ് ചെയ്യുന്നുണ്ട് എന്ന് കിട്ടിയാലേ നമുക്കിത് വെൽ ഡിഫൈൻഡ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ നമുക്കത് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? നമ്മൾ ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി പഠിച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഹോൾഡേഴ്സ് ഇനീക്വാലിറ്റി സമ്മേഷൻ ഓവർ i ai bi bar എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു
summation over I absolute value of ai square the whole power 1 by 2 into summation over I absolute value of bi conjugate square the whole power 1 by 2. ഇവിടെ ബി ഐ കോൺജുഗേറ്റ് ഉള്ളതുകൊണ്ട് അവിടെ ഞാൻ ബി ഐ കോൺജുഗേറ്റ് എന്ന് എഴുതി. പക്ഷെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ഐ എന്ന് പറയുന്നതും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബി ഐ കോൺജുഗേറ്റ് എന്ന് പറയുന്നതും സെയിം തന്നെ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ തന്നെ എഴുതാം ഇതിനെ. ഓക്കെ, ഇപ്പൊ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് ഓക്കെ, ഇത് എക്സ് ഐ വൈ ഐ ബാർ ആണ് വേണ്ടിയിരുന്നത്, ഞാൻ എ ഐ ബി ഐ ബാർ എന്ന് എഴുതി പോയി, കുഴപ്പമില്ല. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് സീക്വൻസ് എ ഐ ആണെന്നും വൈ എന്ന് പറയുന്നത് സീക്വൻസ് ബി ഐ ആണ് എന്നും അസ്യൂം ചെയ്തോളൂ. സോ ദിസ് ഇസ് എ ഐ ആൻഡ് ഹിയർ ഐ ഹാവ് ബി ഐ. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് norm x, norm 2 of x and this is norm 2 of y. ഇതെന്തായാലും ലെസ് ദാൻ ഇൻഫിനിറ്റി ആണല്ലോ, ബിക്കോസ് ബോത്ത് നോംസ് ആർ ഫൈനൈറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റിയിൽ p ഈക്വൽ ടു q ഈക്വൽ ടു 2 എന്നെടുത്തു. സോ ദാറ്റ് നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സമ്മേഷൻ ഓവർ ഐ എ ഐ ബി ഐ ബാർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണെന്ന് കിട്ടി. ഇത് ഫൈനൈറ്റ് ആവണമെങ്കിൽ സമ്മേഷൻ ഓവർ ഐ എ ഐ ബി ഐ ബാർ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് കിട്ടുള്ളൂ. സോ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇന്നർ പ്രൊഡക്റ്റ് വെൽ ഡിഫൈൻഡ് ആണ്. ഓക്കെ, പിന്നെ അത് ഇന്നർ പ്രൊഡക്റ്റിന് വേണ്ട എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ അത് നിങ്ങൾക്കുള്ള ഒരു എക്സസൈസ് ആയിട്ട് ഞാനിവിടെ ലീവ് ചെയ്യാണ്. ഇനി ഒരു എക്സാമ്പിളും കൂടി ഞാനിവിടെ പറയാം. സപ്പോസ് നമ്മൾ എടുത്തിരിക്കുന്ന ലീനിയർ സ്പേസ് C2 ഓഫ് എ ബി ആണ് എന്ന് വിചാരിക്കുക. C2 of AB എന്ന് പറയുമ്പോൾ we have continuous square integrable continuous functions on AB. Okay, then ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന നോം എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് 2 നോം ആണ്. നോം F2 ഈക്വൽ ടു ഇന്റഗ്രൽ A to B mod F square the whole power 1 by 2. ഇതാണ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്ന നോം എന്ന് പറയുന്നത്. സോ ഇത് ഫൈനൈറ്റ് ആണ്. ഓക്കെ, ഈ സ്പേസിൽ ഞാനൊരു ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യാണ്. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എഫ് ജി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി കോൺജുഗേറ്റ് ഡി ടി. ഇപ്പൊ നമുക്കറിയാം ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റി സീക്വൻസ് സ്പേസിൽ മാത്രമല്ല ഫംഗ്ഷൻ സ്പേസിലും ഉള്ളതാണ്. അപ്പോൾ ഹോൾഡേഴ്സ് ഇൻഇക്വാലിറ്റി പ്രകാരം നമുക്ക് ഇന്റഗ്രൽ മോഡുലസ് ഓഫ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി കോൺജുഗേറ്റ് ഡി ടി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം 2 ഓഫ് എഫ് ഇൻറ്റു നോം 2 ഓഫ് ജി എന്നറിയാം. സോ ദാറ്റ് ദിസ് ഇസ് ഫൈനൈറ്റ്. വീണ്ടും അതിന് ഇന്നർ പ്രൊഡക്റ്റിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു 3 എക്സാമ്പിളും നമ്മളിവിടെ കണ്ടു. ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂക്ലീഡിയൻ സ്പേസിൽ നമ്മുടെ ഡോട്ട് പ്രൊഡക്റ്റ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്, ഇന്നർ പ്രൊഡക്റ്റ്. ഓക്കെ, അതിന്റെ ജനറലൈസേഷൻ ആയിട്ടാണ് ശരിക്കും ഈ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വളർന്നു വന്നത്. സോ ഇത് കൃത്യമായിട്ട് പഠിക്കാം. അടുത്ത സെഷനിൽ നമ്മൾ കോഷി-ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി ആണ് പഠിക്കാൻ പോകുന്നത്. കോഷി-ഷോർട്ട്സ് ഇൻഇക്വാലിറ്റി ഇൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസസ്. ഓക്കെ, സോ ഇതുവരെയുള്ളത് ശരിക്കും പഠിക്കാം.